ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കുറേ ദിവസത്തെ അവധിക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. ഇത്രയധികം ദിവസം ഗ്യാപ്പ് ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ വരുത്തിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ റോസുവിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ഫംഗ്ഷനായിരുന്നു. വീട്ടിൽ തന്നെ പരിപാടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കും പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയധികം ദിവസം അവധി എടുക്കേണ്ടി വന്നത്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷനൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇതിൽ കാണിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷൻ നടത്തുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ എത്രത്തോളം പേരെ വിളിക്കണം, 50 ആളാണോ, 100 ആളാണോ, 150 ആണോ, അങ്ങനെ അതനുസരിച്ച് നമ്മൾ തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാതും ലിസ്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക. പ്ലാനിങ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റാണ്. നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലാത്തതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർ കാണുമ്പോൾ അത് ഭംഗിയാവുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്വസ്ഥത ഉണ്ടായിരിക്കില്ല. അതിലും നല്ലത് ഉള്ളത് വെച്ച് എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്ലാൻ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഹോളാണോ വീട്ടിലാണോ പരിപാടി നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ച ശേഷം അത് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പന്തലിടാണെങ്കിൽ അങ്ങനെ. മൂന്നാമത്തെ കാര്യം, ഫുഡ് നമ്മൾ നല്ലൊരു കാറ്ററിംഗ് സർവീസ്, നല്ലൊരു ഫുഡ് വരുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും സന്തോഷം. പിന്നെ അല്ലാതെ ഒരു ദൈവാനുഗ്രഹമാണ് അന്നത്തെ ദിവസം. എത്ര നല്ല കാറ്ററിംഗ് ഏൽപ്പിച്ചാലും ഭാഗ്യം പോലെ ഇരിക്കും. എന്നാലും പ്രാർത്ഥനയോട് കൂടി നമ്മൾ ഏൽപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പല ഫംഗ്ഷന് പോകുമ്പോൾ നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ കാറ്ററിംഗ് സർവീസുകളുടെയൊക്കെ വിസിറ്റിംഗ് കാർഡ്സ് നമ്മൾ എടുത്തു വെക്കുകയും അതെല്ലാതും അതിൽ എന്ത് ഫുഡാണ് കഴിച്ചത് നന്നായിട്ട് അതൊക്കെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെ കിട്ടിയാൽ നന്നായി, കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ വേറൊരു കാറ്ററിംഗ് സർവീസും കൂടി നമ്മൾ സെറ്റാക്കി വെക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കളുടെ ഡ്രസ്സ്. അതായത് ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും ഹോളി കമ്മ്യൂണിയൻ ആണെങ്കിലും അവരാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതിന് മാച്ചിങ് ആയിട്ടുള്ള നെറ്റ്, പിന്നെ അതുപോലെയുള്ള ഗ്ലൗസ്, സോക്സ്, അതിന് മാച്ചിങ് ആയിട്ട് വൈറ്റ് ഷൂസ്, പിന്നെ ജ്വല്ലറി, ക്രൗണും ബൊക്കയും നമുക്കിവിടെ പള്ളിയിൽ നിന്ന് തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ടൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഈ മോൾക്കുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് വയ്ക്കുക. കാരണം എന്താ, ഷോപ്പുകളിൽ ഏപ്രിലിൽ ഒരു 10-ാം തീയതി ഒക്കെ കഴിയുമ്പോഴേക്കും എല്ലായിടത്തും ഈ വൈറ്റ് ഡ്രസ്സ് കിട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ചിലുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ സൈസിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതാവും, ബാലൻസ് ഉണ്ടായിരിക്കുക ഡ്രസ്സുകൾ. അപ്പോൾ അത് പിന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും കിട്ടാണ്ടാവുമ്പോൾ. അപ്പോൾ അതിലും നല്ലത് നമ്മൾ നേരത്തെ കൂട്ടി പോവുകയാണെങ്കിൽ എല്ലാ റേഞ്ചിലുള്ള ഡ്രസ്സുകൾ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ടൈലറിങ് ചെയ്യുകയാണെങ്കിലും നേരത്തെ തന്നെ പോയാലാണ് അത് തയ്ച്ചൊക്കെ കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാം ഒന്നിട്ട് നോക്കി ജസ്റ്റ് ട്രയലൊക്കെ നോക്കിയിട്ടാണ്. പക്ഷേ ഇങ്ങനെയല്ല അന്ന് ചെയ്തത്, കുറച്ചും കൂടിയൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ജസ്റ്റ് ട്രയൽ പോലെ അല്ലാതൊക്കെ ഒന്ന് നേരത്തെ കൂട്ടി എല്ലാം ഇട്ട് നോക്കാം. അല്ലാതെ ഫംഗ്ഷൻ്റെ തലേദിവസം ഇട്ട് നോക്കി അവസാനം ആ തിരക്കിൻ്റെ ഇടയിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചാൽ നന്നായി. അതുപോലെ തന്നെ ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കളർ തീം നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഫോളോ ചെയ്യേണ്ടോ എന്നുള്ളതാണ്. അതനുസരിച്ച് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെല്ലാവരും ക്രീം കളറിൽ ഡ്രസ്സ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രീം കളറിലുള്ള ഷെയ്ഡിലുള്ള ഡ്രസ്സുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈസയ്ക്കാണെങ്കിൽ നമ്മൾ തയ്പ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചേട്ടനാണെങ്കിലും അപ്പച്ചനമ്മച്ചിക്കായിരുന്നു അവരൊക്കെ റെഡിമെയ്ഡ് എടുത്തത്. എനിക്ക് സാരി, പിന്നെ നമ്മൾ ബ്ലൗസും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുക. എന്നാലാണ് അതൊക്കെ നേരത്തെ കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് റിട്ടേൺ ഗിഫ്റ്റ് അല്ലെങ്കിൽ താങ്ക്സ് കാർഡ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ താങ്ക്സ് കാർഡ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മിഠായും കൂടി നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റായിട്ട് ക്യാൻഡിലോ കൊന്തയോ കീ ചെയിനോ അങ്ങനെ പല രീതിയിൽ പലരും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് താങ്ക്സ് കാർഡിൻ്റെ കൂടെ നമ്മളൊരു പെൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു പെന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡൻ കളറാണ്. അപ്പോൾ നമ്മുടെ തീം ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ, ക്രീമും അതുപോലെ തന്നെ സ്റ്റേജുമ്പോൾ ഗോൾഡൻ കളറൊക്കെയാണ് വരണേ. ഞങ്ങൾ വിചാരിച്ചു ഗോൾഡൻ കളറിലൊരു പെന്നുമ്മേ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ റോസ് പില്ലർ ഇനീഷ്യ എന്ന് എഴുതിയിട്ടുള്ള പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പെന്നല്ലാതെ ഇങ്ങനെ ഓരോ കാർഡിലും അറ്റാച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ പ്രിൻ്റ് ചെയ്യണ സ്ഥലങ്ങളിൽ പോയി നമുക്കിത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പെൻ സെലക്ട് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ആകെ ഒരു കാര്യമുള്ളത് പെന്നിൻ്റെ ഇതുപോലെ പ്ലെയിൻ ഉള്ള പെന്നുകൾ എടുക്കണം. പ്ലെയിൻ ഡിസൈൻ ഒന്നും അധികം ഇല്ലാത്ത മോഡൽ പെന്നെടുത്തിട്ട് നമുക്ക് എഴുതാനുള്ളത് കൊടുത്ത് അതിലിങ്ങനെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ കാർഡ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ അതിന് അളവിന് വേണ്ടിയിട്ടുള്ള കാർഡ് വേണം. അപ്പോൾ പെന്നിൻ്റെ നീളത്തിൽ വരുന്ന ഒരു കാർഡ്, അതുപോലെ പെൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസും നമ്മൾ ആ കാർഡ് പ്രിൻ്റ് ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കണം. അതനുസരിച്ചാണ് നമ്മൾ കാർഡ് ഡിസൈൻ ചെയ്തത്. രണ്ടാമതായിട്ട്
നമ്മൾ ഈ പെൻ ഇതുമ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എല്ലാ പേനയുമേയും നമ്മൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ സ്റ്റിക്ക് ചെയ്തതുപോലെ കൊടുത്തു. അത് കഴിഞ്ഞ് കാർഡും ഒക്കെ നമ്മൾ ഹോള് പഞ്ച് ചെയ്ത് കൊടുത്തു ഒരു അറ്റത്തായിട്ട്. കാരണം നമ്മൾ ഈ ഒരു പെന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ആ ഹോളിൽ കൂടെ റിബൺ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ പേന അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോ പോലെ കെട്ടുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്തെല്ലാം നമുക്ക് വിചാരിക്കുന്ന ഒരു ബഡ്ജറ്റിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി എഫക്റ്റീവാണ്. നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് എന്തായാലും ഉണ്ട്, അവരുടെ ഒരു കോസ്റ്റും കൂടി വരുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിതുപോലെ കുറച്ച് ടൈം എടുത്ത് നേരത്തെ കൂട്ടി ചെയ്യണമെന്ന് മാത്രം. മക്കളും ചേട്ടനും ഞാൻ എല്ലാവരും കൂടി ഇതേ സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൽ ക്യാൻഡിൽ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മൾ നേരത്തെ കൂട്ടി കാർഡ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് എന്ത് ഐറ്റംസും ഇതുമ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് മുഴുവനും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ഒറ്റ ദിവസം കുറച്ച് നേരം ഇരുന്നപ്പിക്കും കഴിഞ്ഞു കേട്ടോ. കാരണം എല്ലാവരും കൂടി ചെയ്ത കാരണം മക്കൾക്ക് അപ്പോൾ വിഷമമായി. കാരണം വേഗം കഴിഞ്ഞു പോയി, നല്ല രസം ഉണ്ടായിരുന്നു അത് ചെയ്യാനെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് മുഴുവനും നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ ഒരാൾ കാർഡ് എടുത്തിട്ട് അതിൽ ഹോള് പഞ്ച് ചെയ്തു, ഒരാൾ അതിൽ റിബൺ കെട്ടി, പിന്നെ അടുത്ത ആൾ അതിൽ പെന്നും സ്റ്റിക്കർ ഒട്ടിച്ചു, പിന്നെ ഒരാൾ പെൻ വെച്ചത് ഞാനാണത് കെട്ടിയത് മുഴുവൻ. അങ്ങനെ കെട്ടിക്കഴിഞ്ഞ് എല്ലാ പെന്നും നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ബോക്സിൽ വെച്ചു. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് വരുന്ന നമ്മുടെ ഗസ്റ്റിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ. നമ്മളും പലയിടത്തും പോയിട്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അടുത്തത് നമ്മൾ സ്റ്റേജിലുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക. അതായത് പ്രയർ, പിന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഫാമിലീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ കേക്ക് കട്ടിങ്, കാൻഡിൽ ലൈറ്റിങ്, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ്, അതായത് പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ആങ്കറിങ്ങിന് ആരാണ് ആങ്കറിങ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ പ്രാക്ടീസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ ഗെയിമുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ടൈമിംഗ് അനുസരിച്ച് ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഫുഡിൻ്റെ ടൈമും കാര്യങ്ങളും ഡിലേ ആക്കാത്ത രീതിയിൽ ആവശ്യത്തിനുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പ്രാക്ടീസും ഈ നമ്മളോട് ആരോടെങ്കിലുമൊക്കെ ഡാൻസ് കളിക്കുക പാട്ടൊക്കെ പാടണമെങ്കിൽ അവരോട് നേരത്തെ കൂട്ടി പറയുകയും ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും, അതുപോലെ കേർട്ടൻസ് ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട് പെയിൻ്റ് അടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ 2 മാസം മുൻപേ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഇടണം. കാരണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീടൊക്കെ ഒതുക്കി ഇടാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മാസം സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ റൂമിലെ ഷെൽഫുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയൊക്കെ വെച്ചു. അതിപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ചെയ്യാൻ പറ്റിയ ചെയ്യല്ലെങ്കില്ല. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ ഒരു വീക്ക് മുൻപ് ഞാൻ നമ്മുടെ ജനാലകളെല്ലാം പൊടി തുടക്കൽ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് കേർട്ടൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കേർട്ടൻസ് നമ്മൾ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരു നല്ല കേർട്ടൻ നമ്മൾ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ അത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കും. കാരണം അത്യാവശ്യം നല്ല വെയിറ്റും അതുപോലെ തന്നെ നല്ലതായിട്ട് അയൺ ചെയ്തിട്ടുള്ളൊരു മോഡൽ, അയൺ ചെയ്തെടുത്തിട്ടുള്ള കേർട്ടനാണ്. അപ്പോൾ നമ്മളത് പുറത്ത് കൊടുത്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും അത് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് അയൺ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയ കേർട്ടൻസും വെയിറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാനിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ മടക്കി എടുത്ത് വെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊടിയൊക്കെ ആയാൽ മാത്രമേ ഞാൻ അത് പെട്ടെന്ന് വാഷ് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ അധികം ദിവസം അത് ഇട്ട് വെക്കാറില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ ആ കർട്ടൻസൊക്കെ ഇട്ട് കൊടുത്ത് ആ പണികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ 2-3 ദിവസം മുമ്പ് വീട് ഫുൾ അടിച്ച് വാരി തുടയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അടുപ്പിച്ച് 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ പുറത്തും പണികൾ നടക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നെയും അലങ്കോലമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ലാസ്റ്റ് ഡേ വരെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇനിയാണ് നമ്മുടെ മെയിൻ ഏരിയ, അതായത് നമ്മൾ ഫുഡ് കൊടുക്കുന്നതും അതുപോലെ ഫംഗ്ഷൻ നടക്കുന്നതും എല്ലാം ഇവിടെ ഈ ഒരു മുറ്റത്ത് നമ്മൾ പന്തലിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പന്തലിൻ്റെ വർക്കൊക്കെ അവർ വന്ന് ചെയ്തെല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയും കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം, അതുപോലെ ഫാനുകൾ വെക്കണം. നല്ല ചൂടുള്ള ദിവസമായിരുന്നു, ചൂട് സമയമാണല്ലോ ഇപ്പോൾ, ഫാൻ ഇല്ലാണ്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫാനുകൾ വെക്കണം. അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായത് ഉച്ചയ്ക്ക് വല്ലാത്തൊരു വെയിലുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ ദിവസം വൈകുന്നേരം നല്ല മഴ പെയ്തു. അപ്പോൾ അതിൻ്റേതായൊരു മങ്ങി നിന്നു ക്ലൈമറ്റ്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഫാനുകളും കാര്യങ്ങളൊക്കെ ചേട്ടനപ്പോൾ അവിടെ ലൈറ്റിങ്ങും ഫാനിൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടനാണ് ചെയ്യണേ. അപ്പം നമ്മുടെ വീട്ടിലെ ജോലികളുടെ ഒരു പ്രത്യേകത നമ്മളെല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതായത് നമ്മളും നമ്മുടേതായ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ തന്നെ ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം എല്ലാം ചെയ്ത ഒരു ഫീലാണ്.
അടുത്തത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് കേക്ക് ടേബിൾ നമ്മളിങ്ങനെ ഞെറിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ അതിന് അളവിനുള്ള ഒരു കോട്ടൺ തുണി വിരിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഏത് കളർ തുണിയായാലും, ഇപ്പോൾ ഗോൾഡനാണ് നമ്മൾ എടുത്തത്, സാറ്റിൻ തുണി എടുത്തിട്ടുണ്ടായിരുന്നത്, അത് എത്ര ഞെറി വെക്കണം നമ്മൾ ആദ്യം ഒന്ന് നേരത്തെ കൂട്ടി വെച്ച് നോക്കി പ്ലാൻ ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഞെറിഞ്ഞ് നമ്മൾ മുട്ടുസൂചി വെച്ച് കുത്തി ഇങ്ങനെ ആക്കിയെടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നെറ്റിൻ്റെ തുണി ഇട്ടു. അപ്പോൾ മറക്കാതെ ടേബിളിൽ കോട്ടൺ തുണി വിരിച്ചിട്ട് ഈ സാറ്റിൻ തുണി അത് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് നിൽക്കില്ല, ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ചധികം നേരം എടുത്തു. അപ്പാപ്പനും ഇസയും കൂടിയിട്ടൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ ക്യാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാൻഡിൽ വെക്കാനുള്ള ടേബിൾ ഇത്തിരി ഹൈറ്റിൽ ചേട്ടൻ ഉണ്ടാക്കി അത് വെച്ചിട്ടുണ്ടായിരുന്നു മുൻപ് പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുമ്പോൾ നമ്മളൊരു വൈറ്റ് ക്ലോത്ത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നെറ്റിൻ്റെ തുണിയും കൂടി നമ്മൾ വിരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഇത്തിരി ഭംഗി തോന്നിയിട്ട് വെച്ചാൽ അതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡെക്കറേഷനാണ് അതിൻ്റേതായ ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നവരുടെ പോലത്തെ അത്രയും ഭംഗിയിലൊന്നും ചെയ്യാൻ നമുക്ക് അത്ര അറിയില്ല. നമുക്ക് അറിയുന്ന പോലെ നമ്മൾ ചെയ്തേക്കണതാട്ടോ അതൊക്കെ ഇതിൽ കാണിക്കുന്നതൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കൂടെ കൂട്ടിപ്പിടിച്ച് കെട്ടിയിട്ട് ഇതിങ്ങനെ സെൻറ്ററിൽ ഒരു ബോ അങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ രസമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കെട്ടി നമ്മുടെ ക്യാൻഡിൽ സ്റ്റാൻഡ് കൂടി ഞങ്ങൾ അതിലേക്ക് ഉറപ്പിച്ച് കൊടുത്തു. കാരണം അതല്ലെങ്കിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് സ്ക്രൂ ഒക്കെ ചെയ്ത് പിടിപ്പിച്ചിരിക്കാം കേട്ടോ അതുമ്പോൾ. അപ്പോൾ അങ്ങനെ അതെല്ലാം പിടിപ്പിച്ചു. അപ്പോൾ നമുക്കതുമ്പോൾ 3 ക്യാൻഡിൽസ് വെക്കണം. അപ്പോൾ ഒരെണ്ണം റോസ് കത്തിക്കും, ഒരെണ്ണം ചേട്ടനും ഞാനും ഇസയും, പിന്നെ ഒരെണ്ണം പാപ്പനും മാമിയും. അങ്ങനെ നമ്മുടെ സ്റ്റേജിൽ ഇതെല്ലാം ഞങ്ങളിങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം ഇതൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഒക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പന്തലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലെ പോർഷനിൽ അവിടെ ഇങ്ങനെ പന്തലിൻ്റെ ക്ലോത്തിൻ്റെ കളർ ബ്ലൂ ആയിരുന്നു, നിങ്ങൾ കാണാൻ പറ്റുമല്ലോ. ആ ക്ലോത്തിൻ്റെ കളർ ബ്ലൂവിന് പകരം വൈറ്റ് കളർ ക്ലോത്ത് ആക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഫോട്ടോസിലേക്ക് കുറച്ചും കൂടി നല്ലത് അങ്ങനെ മുകളിൽ വൈറ്റ് വരുന്നതാണെന്നാണ് അവർ പറഞ്ഞത്, ഫോട്ടോ എടുക്കുന്നവർ. അപ്പോൾ നിങ്ങളും ഇനി പന്തലിടാണെങ്കിൽ അവർ ചിലപ്പോൾ പന്തലിൻ്റെ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ സ്റ്റേജിൻ്റെ പോർഷനിൽ മാത്രം ഒരു വൈറ്റ് ക്ലോത്ത് മുകളിൽ വൈറ്റ് കൊടുക്കുന്നതാവും നല്ലത്. പിന്നെ ലൈറ്റിംഗ് ആയാലും നമ്മുടെ സ്റ്റേജിലേക്ക് ആവശ്യമായ ലൈറ്റിംഗ് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് സെൻറ്റർ ചെയ്ത് ലൈറ്റ് കൊടുക്കണ പോലെയും വെക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഫംഗ്ഷനത് വൈകുന്നേരമാണ്. പിന്നെ നമ്മൾ ബലൂൺസും കാര്യങ്ങളൊക്കെ കെട്ടണമായിരുന്നു. കുറേ ബലൂൺസ് ഉണ്ടായിരുന്നു. നമ്മളൊരു ക്രീമും ഗോൾഡൻ കളർ ബലൂൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റേജിൽ മോളുടെ പേര്, അതായത് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ റോസ് ബെൽ എന്ന് എഴുതി അനെയും വെച്ചിട്ടുള്ള അത് സ്റ്റിക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ബലൂണുകൾ കെട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഈ ബലൂൺ വെക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കസിൻസും റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ബ്രദറും വൈഫും മോനും അതുപോലെ വെല്ലിപ്പൻ്റെ മക്കൾ, പേപ്പന്മാരുടെ മക്കൾ, അവരൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അപ്പോൾ നല്ല രസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ബലൂൺസും അതുപോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ വീട്ടിൽ വൈകുന്നേരം. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം എന്തോ ഒരു 9-10 മണിയൊക്കെ ആയി എല്ലാ പണികളും കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ സ്റ്റേജിൻ്റെ കാര്യങ്ങളും അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ പിറ്റത്തെ ദിവസം രാവിലത്തെ ഇതാണ് കാണുന്നത്. സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മോളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇവിടെ ഈ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. അങ്ങനെ തലേ ദിവസം തന്നെ നമ്മളെല്ലാതും സെറ്റല്ലേ എന്ന് ഉറപ്പ് വരുത്തി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാനിങ്ങും പ്രിപ്പറേഷനും എല്ലാതും. പിന്നെ അന്നത്തെ ദിവസത്തെ ഒരു ഭാഗ്യവും ദൈവാനുഗ്രഹവും എല്ലാം കൂടി ചേർന്നാലാണ് ഒരു ഫംഗ്ഷൻ നന്നായിട്ട് വരിക. അപ്പോൾ അത് ദൈവാനുഗ്രഹിച്ച് നമുക്കെല്ലാം നന്നായിട്ട് തന്നെ അന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡായാലും അല്ലെങ്കിൽ ബാക്കി ഫംഗ്ഷൻ്റെ കാര്യങ്ങളായാലും എല്ലാം നന്നാവാൻ നമ്മൾ നേരത്തെ കൂട്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുക. അപ്പോൾ എല്ലാതും നന്നായിട്ട് വരും. പിന്നെ ഇനി എന്തെങ്കിലും ടെൻഷൻ ആ സമയത്ത് ഉണ്ടായാൽ അത് ഡീൽ ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് കിട്ടാനും കൂടിയിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ തലേദിവസം മൈൻഡിന് അതിനാണ് പ്രിപ്പയർ ചെയ്തത്. കാരണം പലപ്പോഴും നമുക്ക് ടെൻഷനൊക്കെ വരാം. അപ്പോൾ നമ്മൾ ആകെ ഡള്ളായി പോവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ തന്നെ ചിലപ്പോൾ നമുക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ മൈൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുക. എന്ത് വന്നാലും അത് ഡീൽ ചെയ്യാൻ പറ്റും, എന്തും സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് മൈൻഡിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്ന സമയത്ത് ടിപ്സായിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.